നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഒരു 3D പ്രിന്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3D പ്രിന്ററിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് ഒരു 3D പ്രിന്റ് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ ചെയ്യാൻ വളരെ ആഗ്രഹവുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. 3D പ്രിന്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യം ഒരു 3D മോഡൽ ഫയലാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ 3D മോഡൽ ഡിസൈൻ ചെയ്യാൻ അനേകം CAD സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ ഇത്രയും നാളായി യൂസ് ചെയ്തു വന്നിരുന്നത് AutoCAD, റൈനോസറസ്, ഫ്യൂഷൻ 360, ബ്ലെൻഡർ, ടിങ്കർകാഡ് എന്നിവയാണ്. ഇതിൽ AutoCADും റൈനോസറസും പെയ്ഡ് ലൈസൻസ് ഉള്ളവയാണ്. അതുപോലെ തന്നെ ബ്ലെൻഡർ, ഫ്യൂഷൻ 360, ടിങ്കർകാഡ് ഇവയെല്ലാം നമുക്ക് ഫ്രീ ആയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എൻ്റെ കയ്യിലുള്ള മോണോപോളി സെറ്റിലെ ഒരു ഹൗസ് പീസാണ്. ഇന്ന് നമ്മൾ ഇതാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചെറിയൊരു ഹൗസ് പീസാണ്. ഇതിൻ്റെ ഒരു എൻലാർജ്ഡ് വേർഷനാണ് നമ്മളിന്ന് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3D ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഫാൻസി സോഫ്റ്റ്വെയർസ്, അതായത് ഈ AutoCAD, റൈനോസറസ് ഇതൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ബ്രൗസറിൽ തന്നെ നിങ്ങൾക്കിത് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നേരെ നിങ്ങളുടെ ബ്രൗസർ എടുക്കുക, അതിൽ നിങ്ങൾ tinkercad.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ നേരെ പോകുന്നത് ഒരു ലോഗിൻ പേജിലേക്കായിരിക്കും. അതിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് എന്നെ എൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് കൊണ്ടുവന്നത്. അതിൽ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ നെക്കി കഴിഞ്ഞാൽ നമ്മളെ നേരെ ഈ ഓൺലൈൻ CAD സെക്ഷനിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. ഇതിലൊരു വർക്ക് പ്ലെയിൻ ഉണ്ടാവും. ഈ വർക്ക് പ്ലെയിനിലേക്ക് നമ്മൾ പെയിന്റിൽ, സാധാ മൈക്രോസോഫ്റ്റ് പെയിന്റിൽ നമ്മൾ പെയിന്റ് ചെയ്യുന്ന പോലെ, നമ്മൾ സ്ക്വയറും സർക്കിളും വരയ്ക്കുന്നത് പോലെ ഇതിൽ ക്യൂബ്സും സിലിണ്ടേഴ്സും ഉണ്ടാകും. ഈ ക്യൂബ്സും സിലിണ്ടേഴ്സും നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള ആ ഒരു 3D മോഡൽ കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഹൗസിന്റെ മോഡൽ നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹൗസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു STL ഫോർമാറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 3D പ്രിന്റിങ്ങിന് STL ഫോർമാറ്റാണ് കൂടുതൽ പ്രിഫേർഡ് ആയിട്ടുള്ളൊരു ഫയൽ ഫോർമാറ്റ്. സോ STL ഫോർമാറ്റിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഈ 3D മോഡൽ ഫയൽ ഇനിയും നമ്മൾ 3D പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാറായിട്ടില്ല. ഇത് പ്രിന്റ് ചെയ്യുന്നതിന് നമുക്ക് ഈ 3D മോഡൽ ഫയൽ ഈ 3D പ്രിന്ററിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ സ്ലൈസിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓരോ 3D പ്രിന്ററിനും ഓരോരോ സ്ലൈസിംഗ് സോഫ്റ്റ്വെയർ ആ 3D പ്രിന്റർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് ഏത് സ്ലൈസിംഗ് സോഫ്റ്റ്വെയറിൽ വേണമെങ്കിലും നമുക്ക് ഈ 3D മോഡൽ ഫയൽ നമുക്ക് സ്ലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തത് CMorph എന്നൊരു 3D പ്രിന്ററാണ്. അതിനെ അവർ റെക്കമെൻഡ് ചെയ്ത് വോക്ക് സ്ലൈസർ എന്നൊരു സ്ലൈസിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിനുശേഷം ഞാൻ റിയാലിറ്റിയുടെ എൻ്റെ 3 Pro എന്ന 3D പ്രിന്റർ വാങ്ങിയപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ക്യൂറയാണ്. എങ്കിലും ഞാൻ വോക്ക് സ്ലൈസറിലാണ് അത് സ്ലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ക്രിയാലിറ്റി എന്ന ഒരു സ്ലൈസറിലാണ് സ്ലൈസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്രിയാലിറ്റിയുടെ സ്ലൈസിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ. ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് PLA മെറ്റീരിയൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യണം.
ഞാനിവിടെ 200°C ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് ബെഡിൻ്റെ ടെമ്പറേച്ചർ 60°C. ഈ ഫിലമെൻറ്റിൻ്റെ ഡയാമീറ്റർ 1.75 ആണ്. അപ്പോൾ അത് 1.75 mm ഡയാമീറ്ററിന് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് നോസിൻ്റെ സൈസ് 0.4 mm ആണ്. അതും അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണം നമ്മളിത് സ്ലൈസ് ചെയ്യാൻ. അതിന് ആദ്യം നമ്മുടെ 3D മോഡൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്ത 3D മോഡൽ. ഇത് ഓട്ടോമാറ്റിക്കലി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫിൽ ഡെൻസിറ്റി 1%ലാണ് ഇട്ടിരിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ പെട്ടെന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് 1%ൽ ഇട്ടിരിക്കുന്നത്. നമ്മളിത് 100%ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് സോളിഡായിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ എനിക്ക് ആ ക്വാളിറ്റിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1% കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് സ്ലൈസ് ചെയ്ത ഒരു 3D മോഡലാണ്. ഇനി ഇത് നമുക്കൊരു SD കാർഡിലേക്ക് സ്റ്റോർ ചെയ്യണം. ആ SD കാർഡാണ് നമ്മൾ 3D പ്രിൻ്ററിലേക്ക് ഇടാൻ പോകുന്നത്. നമ്മൾ ഈ 3D മോഡൽ SD കാർഡിലേക്ക് സേവ് ചെയ്യുന്നത് G കോഡായിട്ടാണ് സേവ് ആവുന്നത്. സോ ഈ മെമ്മറി കാർഡിൽ നമ്മുടെ G കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ 3D പ്രിൻ്ററിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അതിനുശേഷം 3D പ്രിൻ്റർ ഓൺ ആക്കുക. ഇതിൽ നമുക്ക് നമ്മുടെ ഫയൽ കണ്ടെത്തണം. അപ്പോൾ പ്രിൻറ്റ് ഫ്രം TF എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യം തന്നെ വേഗം എടുക്കുന്നുണ്ട് മോണോപോളി ഹൗസ് .G കോഡ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിൻ്റ് ബെഡ് ഹീറ്റ് ആകാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ പ്രിൻ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പൊക്കം കൂടിയെന്നുള്ളൂ, അല്ലാണ്ട് ബാക്കിയെല്ലാം ഏതാണ്ട് ഒരു സിമിലർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുള്ളി ഒരു 3D പ്രിൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ്ട് ഇതിൻ്റെ ഒരു ബേസിക്സ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഗുഡ് ബൈ.